ഹലോ നമസ്കാരം. ശ്രീലങ്കയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്നു, നേരെ ദാമ്പുള്ള സിറ്റിയിലേക്കാണ് വന്നത്. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവ് ചെയ്ത് നേരെ പോകുന്നത് സിഗ്രയിലേക്കാണ്. അപ്പോൾ സിഗ്രയിൽ ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് അവിടുത്തെ ലയൺസ് റോക്കിലേക്കുള്ള ഒരു ട്രെക്കാണ്. അപ്പോൾ സിഗ്രിയ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കശ്യപ മഹാരാജാവ് വന്ന് അദ്ദേഹം ഈ സ്ഥലം കീഴടക്കി അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായി കൺവേർട്ട് ചെയ്ത് ഇവിടെ പുള്ളിയുടെ പാലസും കാര്യങ്ങളൊക്കെ പണിത് പുള്ളി ഇവിടെ ഇരുന്നാണ് പിന്നെ ശ്രീലങ്ക ഭരിച്ചിരുന്നത്. നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ സിഗ്രിയ ലയൺ റോക്ക് എന്നാണ് പേര്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു ലയണിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ റോക്കും അതിനോട് ചുറ്റിയുള്ള സ്ഥലങ്ങളും പണിതിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വാട്ടർ ഗാർഡൻ കാണാം. അത് ബേസിക്കലി ഒരു ആർക്കിടെക്ചർ മാർവൽ തന്നെയാണ്. കിട്ടില്ലൻ ലാൻഡ്സ്കേപ്പാണ് അവിടെ ചെയ്തിട്ടുള്ളത്. കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറുമ്പം ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ലയൺസിൻ്റെ 2 പോസ് 2 സൈഡിലായിട്ട് ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ മേളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലയണിൻ്റെ ഒരു ഫേസും സ്ട്രക്ചറും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ലൊരു ക്ലൈംബാണ്, കുറച്ചധികം ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം കയറി നമ്മൾ മുകളിൽ ടെറസ് എന്നാണ് പറയുന്നത്. ടെറസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആയിരുന്നു പണ്ടത്തെ രാജാവിൻ്റെ പാലസും പുള്ളി അവിടെ ഇരുന്നാണ് ബേസിക്കലി റൂൾ ചെയ്തിരുന്നത്. പാലസ് ഏരിയ ആണത്. അവിടെ അങ്ങേരുടെ ബേതിങ് ഏരിയ ഉണ്ട്. പിന്നെ കുറേ റൂയിൻസും കാര്യങ്ങളും എല്ലാം നശിച്ചു ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. റൂയിൻസാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ പിന്നെ അവിടെ ഭയങ്കര കാറ്റാണ് അവിടെ. പിന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഏരിയസ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, 180 മീറ്റേഴ്സ് എന്തോ ഹൈറ്റിലാണ് ആ സ്ഥലം ഉള്ളത്. അപ്പം അവിടെ നിന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദാമ്പുള്ള കാണാൻ പറ്റും. തൊട്ടടുത്ത് വേറൊരു പിതിരങ്കല എന്ന് പറഞ്ഞിട്ടൊരു റോക്കുണ്ട്, അത് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി തിരിച്ച് നമ്മൾ ദാമ്പുള്ള നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഉച്ച സമയമായി. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. ഉച്ച സമയത്ത് പൊരിഞ്ഞ വെയിലാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തു. വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഹാർഡ്ലി ഒരു 500 മീറ്റേഴ്സ് മാറി ഒരു കേവ് ടെമ്പിൾ ഉണ്ട്, ബുദ്ധിസ്റ്റ് കേവ് ടെമ്പിൾ ഉണ്ട്, ദാമ്പുള്ള കേവ് ടെമ്പിൾ എന്ന് പറയും. അപ്പം അവിടെ പോയി അവിടെയും ഇതേപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് കയറണം. എൻട്രൻസ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി മുകളിലെത്തി. അതൊരു സീരീസ് ഓഫ് കുറേ അധികം റൂംസ് പോലെ ഇങ്ങനെ അവിടെ ചെയ്തിട്ടുണ്ട്. കേവ് അവർ റൂമാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ ബുദ്ധിസ്റ്റ് ഐഡൽസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി. പിന്നെ അവിടുത്തെ സൺസെറ്റ് വ്യൂവും നല്ല രസമുള്ള സൺസെറ്റ് വ്യൂ ആണ് അതിൻ്റെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന. ഗോൾഡൻ അവർ ഇസ് വെരി ബ്യൂട്ടിഫുൾ ഫ്രം ദെയർ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. ദാമ്പുള്ള ഗോൾഡൻ ടെമ്പിൾ എന്നാണ് പറയാം. അവിടെ ഒരു വലിയൊരു ബുദ്ധിസ്റ്റ് സ്റ്റാച്യു തന്നെ പണിത് വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നൊരു മ്യൂസിയം ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മളങ്ങനെ ആ സെക്കൻഡ് ഡേ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ ശരി.